എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 48 റിവ്യൂ ആണ്. ഷാനവാസ്, നെവിൻ, ആദില. ഇന്നത്തെ എപ്പിസോഡോടുകൂടി ആദില ഫുള്ളായിട്ട് എക്സ്പോസ്ഡ് ആയി എന്ന് പറയാം. ബിന്നിയാണ് ഇവരുടെ വിഷയത്തെക്കുറിച്ച് വളരെ ക്ലാരിറ്റിയോടെ സംസാരിച്ച ഒരാൾ. ഷാനവാസും നെവിനും തമ്മിൽ നടന്ന വഴക്കിനിടയ്ക്ക് ആദില നെവിനോട് പറയുന്നു, നീ വൃത്തികെട്ട കാർഡെടുത്താണ് കളിക്കുന്നതെന്നും അത് പുറത്തു പറഞ്ഞാൽ നീ നാറുമെന്നും. നെവിൻ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. പടി കിട്ടിയെന്ന് മനസ്സിലായ ആദില ഷാനവാസിനെയും പ്രവീണിനെയും ഉപയോഗിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. റിയാസ് വന്നതിന് ശേഷം ഷാനവാസിനെതിരെ എല്ലാവരും തിരിയുന്നു. പണി ആദിലേക്കും കിട്ടുമെന്ന് മനസ്സിലായ സമയത്ത് അനുമോളുടെ വിഷയത്തിലെടുത്ത അതേ ഡബിൾ സ്റ്റാൻഡ് ഇവിടെയും എടുക്കുന്നു. നെവിനോട് പോയി സംസാരിക്കുന്നു. ആദിലയുടെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാ പ്രശ്നവും ഷാനവാസിൻ്റെ മാത്രമാക്കുന്നു. ഇവിടെ ബിന്നി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഷാനവാസും പ്രവീണും നെവിനെക്കുറിച്ച് ഇത്തരത്തിലൊരു കാര്യം ആദിലേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് ആദിലയ്ക്ക് വേണമെങ്കിൽ നെവിനോട് പോയി ചോദിച്ചതിന് ശേഷം ഇതിലൊരു ക്ലാരിറ്റി വരുത്തി രണ്ട് സൈഡും കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തായിരുന്നു. പക്ഷെ ആദില ഇവിടെ ചെയ്തത് നെവിൻ്റെ സൈഡ് ആദിലയ്ക്ക് കേൾക്കുക വേണ്ട, പകരം നെവിനെതിരെ കൂടുതൽ കംപ്ലയിൻറ്റ്സ് കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഈ അനുമോളുടെ അടുത്തും ബിന്നീൻ്റെ അടുത്തും പുറകെ നടന്ന് നിങ്ങൾക്കങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടില്ലേ, നിങ്ങൾക്ക് നെവിൻ്റെ ഇതിൽ തോന്നിയിട്ടില്ലേ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പ്രവണതയാണ്. അത്തരത്തിൽ എല്ലാവരോടും ചോദിക്കുന്നത് കൊണ്ട് ആദില എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എനിക്ക് സംശയം തോന്നിയൊരു കാര്യം, ഈ ആദില പറഞ്ഞതുപോലെ നെവിൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആണുങ്ങളോട് നെവിൻ ഇത്തരത്തിൽ അടുത്തിടപഴകുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും. എന്ന് പറഞ്ഞാൽ നെവിൻ്റെ കാര്യത്തിൽ ആദില അവിടെ ഒരു ജഡ്ജ്മെൻ്റൽ ആവുകയാണ്. ഇങ്ങനെ ഒരു സ്ത്രൈണത ഉള്ളത് കൊണ്ട് നെവിൻ ഗേ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റീൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഏത് രീതിയിലായാലും നെവിനെ പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണോ അതിൽ ഇത്തരത്തിൽ പറഞ്ഞതെന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഈ ഷാനവാസും പ്രവീണും ഒക്കെ നെവിനെതിരെ ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം വന്ന് ആദിലേൻ്റെ അടുത്ത് പറയുന്നു, അതിലേക്ക് രണ്ട് സൈഡും പോയി കേൾക്കായിരുന്നല്ലോ. ഇപ്പം ഇതിന് വലിയ പുരോഗമന ചിന്ത വെച്ച് നടക്കണമെന്നൊന്നുമില്ല. ഒരു വളരെ കോമൺ സെൻസ് ഉള്ള, ഇപ്പം 2025 ജീവിക്കുന്ന അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കോമൺ സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു സൈഡ് പറയുന്നു. അപ്പം വന്നിട്ട് അയാളോട് നേരിട്ട് ചോദിച്ചിട്ട് അതിലൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം അതിലേക്ക് അവിടെ ഒരു തീരുമാനത്തിലെത്തായിരുന്നല്ലോ. പകരം ആദില ചെയ്തത് എന്താണ്? സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ വിഷയത്തിനെ ഉപയോഗിച്ച് നെവിനെ വ്യക്തിഹത്യ ചെയ്തതിന് ശേഷം ഈ ബിന്നി പറഞ്ഞതുപോലെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ, അത് റിയാസ് വന്നതിന് ശേഷം കയ്യിൽ നിന്ന് പോയി അതിലേക്ക് മണി കിട്ടാമെന്ന് മനസ്സിലായ സമയത്ത് നെവിൻ്റെ അടുത്ത് പോയി സോറി, ഞാൻ ജഡ്ജ് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞു ആദിലേൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അങ്ങനെ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്നൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു വൈകാരിക നിമിഷത്തിൽ പറഞ്ഞു പോയൊരു കാര്യമല്ല ആദിലയ്ക്ക് നെവിനോട് നേരത്തെ തൊട്ടേ ദേഷ്യമുണ്ട്. അപ്പോൾ പലരോടുമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് പലരോടുമായിട്ട് നെവിനെതിരെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന വലിയ പുരോഗമനമൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരാളായിരുന്നെന്നുണ്ടെങ്കിൽ നെവിനോട് പോയിട്ട് ഇതിലൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഇതിൽ സംസാരിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഈ റിയാസ് വരുന്നതിന് മുമ്പും ഇത്തരത്തിൽ നെവിൻ്റെ ഭാഗം കേൾക്കാൻ ശ്രമിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞ് അങ്ങ് വലിയ മാന്യമായിട്ട് കൈയൊഴിഞ്ഞ് പോകാമെന്നുള്ളൊരു ധാരണ അതിലേക്കുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിനെ കറക്റ്റായിട്ട് തന്നെ ഇതിൽ ചോദ്യം ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിൽ ശരിക്കും പെട്ടുപോയത് ഷാനവാസാണ്. കാരണം അന്നത്തെ ദിവസം നെവിൻ്റെ അടുത്ത് ഷാനവാസിനും ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ആദില ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും ഷാനവാസ് ആദിലയ്ക്ക് അനുകൂലമായിട്ട് നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയത്തിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആദിലയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടതുപോലെ ഷാനവാസും ആദിലയും നൂറയൊക്കെ ഇരുന്നിട്ട് ആ പ്രശ്നം അവർ തമ്മിലുള്ള പ്രശ്നം പാച്ചപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷാനവാസ് പറയുന്നത്, ഞാൻ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിൻ്റെ അടുത്ത് സോറി പറയാം എന്നാണ് വിചാരിച്ചിരുന്നതെന്നുള്ളതാണ്. അതിലൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈവിലും എപ്പിസോഡിലും ഒക്കെ പല തവണകളായിട്ട് ഷാനവാസ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഞാൻ പറഞ്ഞ പരാതിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും നെവിനോട് പലപ്പോഴായിട്ടും നീ വൃത്തികേട് കാണിച്ചത് വിളിച്ചു പറയുമ്പോഴത്തേക്കിനും നിനക്കതിൽ കൊള്ളുമെന്ന് പലതവണ ഷാനവാസ് പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷം വീക്കെൻഡ് എപ്പിസോഡിൽ പോയിട്ട് നെവിനോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും അത് ഷാനവാസിൻ്റെ നേർക്ക് തന്നെയായിരിക്കും വിരൽ ചൂണ്ടുക. ഇനി എപ്പിസോഡിൻ്റെ അവസാനം ഷാനവാസ് അനീഷിനെ പറ്റി പറഞ്ഞൊരു കാര്യം, അതിലെനിക്ക് മനസ്സിലായത് ഷാനവാസ് ഓൾറെഡി സോറി പറയാനായിട്ട് നിൽക്കുകയാണല്ലോ.
അപ്പോൾ അങ്ങനെ സോറി പറയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അനീഷിനെയും ആദിലേനെയും നൂറേനെയും കൂടെ ഇരുത്തിയിട്ട് എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്നുള്ളത് അനീഷിനെയും കൂടെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ലാലേട്ടൻ്റെ അടുത്ത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിനോട് സോറി പറയാമെന്നുള്ളതാണ്. അപ്പോൾ ആദിലേയും നൂറയും വീണ്ടും നെവിനെതിരെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. നെവിൻ പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യാതെ വരുന്നത് നെവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളൊരിതിൽ. അപ്പോൾ ഷാനവാസ് പറയുന്നു, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അനീഷിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. ഇതിൽ ഷാനവാസ് അനീഷിനെ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. പക്ഷേ അനീഷ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നത് തന്നെയാണ് നല്ലത്. അനീഷ് പറയുന്നത് പോലെ ഒരു കൈ അകലം വെച്ച് കളിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഷാനവാസിൻ്റെ അനീഷിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുള്ള മൊമെൻറ്റ്സ് ഒക്കെ കാണാനായിട്ടൊക്കെ ഇഷ്ടമാണ്. കാരണം ഈ സീസൺ 7 എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു പോസിറ്റീവ് കാര്യം കാണാനായിട്ട് പറ്റുന്ന അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള മൊമെൻറ്റ്സ് കാണുമ്പോഴാണ് ഒരു ചിരിയോട് കൂടിയിട്ടൊക്കെ അത് കണ്ടിരിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ബിഗ് ബോസിലൊരു സൗഹൃദം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ഭാരമായിട്ട് തന്നെ മാറാറുള്ള ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൈയകലം, അനീഷ് പറയുന്നത് പോലെ ഒരു കൈയകലം വെച്ചിട്ട് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി എപ്പിസോഡിലേക്ക് വന്നാൽ ഇവിടെ ബിന്നിയും നൂറയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. വിഷയം ഷാനവാസാണ്. അപ്പോൾ ബിന്നി ചോദിക്കുന്നു ഷാനവാസയ്ക്കോട് പോയി മിണ്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേനും നൂറ പറയുന്നത് എന്താണെന്നറിയില്ല, മിണ്ടുന്നില്ല. ഈ ടാസ്കിനിടയ്ക്കൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പുള്ളി വളരെ പേഴ്സണലായിട്ട് എടുത്തിരിക്കുകയാണ്. പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളത് നൂറ പറയുമ്പോഴത്തേക്കിനും ബിന്നി പറയുന്നുണ്ട്, അത് അവൾ അന്നേ ആ വിഷയം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്, ഇത്തരത്തിലുള്ള കാര്യം രണ്ട് വശവും കേൾക്കാതെ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അപ്പം നൂറയും പറയുന്നു അത് ശരിയാണ്, അവളാണ് അതിലെടുത്ത് ചാടിയതെന്ന്. പിന്നീട് കാണിക്കുന്നത് നെവിനും ആദിലയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആദിലയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ബിന്നി ആദിലയ്ക്കെതിരെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. കാരണം ടാസ്കിൻ്റെ ഇടയ്ക്ക് ബിന്നീനെ ചെരിപ്പൂരി തല്ലാനായിട്ട് ആദില പോയി. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് നെവിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആദിലേനോടുള്ള ദേഷ്യം ഇപ്പം നെവിനെ ഉപയോഗിച്ചിട്ട് തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ആദില നെവിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിന് നെവിൻ പറയുന്നു, എന്നെ അങ്ങനെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ കാര്യമുള്ളൂ, ഷാനവാസിൻ്റെ ചിന്താഗതി തെറ്റാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം, അതല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ കേൾക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദിലയ്ക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട് അക്ബറും അതേപോലെ തന്നെ ബിന്നിയൊക്കെ ആദിലയ്ക്കെതിരെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അവരെതിരെ നിന്ന് സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിനുശേഷം കാണിക്കുന്നത് ജയിൽ നോമിനേഷനാണ്. ഷാനവാസിനെയാണ് ഭൂരിപക്ഷം ആൾക്കാരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ ടാസ്ക് കൊളാക്കി എന്നുള്ളതിൻ്റെ പേരിലാണ്. പക്ഷേ ഈ ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്തെ, ഇപ്പം ജയിൽ നോമിനേഷൻ അല്ല, ഇനിയിപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് ആരെങ്കിലും തിരഞ്ഞെടുക്കുന്ന വിഷയമല്ല, അവിടെ ഏത് കാര്യത്തിലായാലും ഈ അനീഷ് വന്ന് നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അനീഷിനെ സംസാരിക്കാൻ അനുവദിക്കാതെ അവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കുകയും അനീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇനി വേറെ ആരെങ്കിലും അവിടെ വന്ന് നിന്ന് ഇപ്പോൾ അനീഷിനെതിരെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അനീഷ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ അനീഷിനെതിരെ തിരിയും, നിങ്ങൾ മിണ്ടരുത്, അവരുടെ സ്പേസാണ്, അവർ സംസാരിക്കട്ടെ എന്ന് പറയും. ഇന്നത്തെ എപ്പിസോഡിൽ ഈ ജയിൽ നോമിനേഷൻ്റെ സമയത്ത് അത് ലൈവിൽ നിന്നേ മനസ്സിലായതാണ്, വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നൊരു കാര്യം, അനീഷിന് മാത്രമേ ഇവർ പറയുന്ന ഈ നിയമങ്ങളൊക്കെ ബാധകമായിട്ടുള്ളൂ. ബാക്കി ആര് വന്നു നിന്നും സംസാരിച്ചാലും ഇവർക്കൊക്കെ, അക്ബറിനും ആര്യനും ഒക്കെ അവർക്കെതിരെയാണ് പറയുന്നതെങ്കിൽ അതിൽ ഇടപെടാം, സംസാരിക്കാം, അഭിപ്രായം പറയാം, ബഹളം ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇത് അനീഷ് ഒരു എതിരഭിപ്രായം അവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. എല്ലാവരും കൂടെ നേരെ തിരിഞ്ഞ് അനീഷിൻ്റെ ഭാഗത്തേക്ക് നിൽക്കും. അതേപോലെ തന്നെ ഈ ആദില അനീഷിൻ്റെ അടുത്ത് പെരുമാറുന്നൊരു രീതിയുണ്ട്, വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അനീഷിനെ അത്രയും ടോർച്ചർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ അതിനെ മെൻഷൻ ചെയ്യുന്നെങ്കിലാണ്. പക്ഷേ അത് ചെയ്തില്ല. ഇപ്പോൾ അതിൽ 2-3 തവണയായിട്ട് വളരെ മോശമായിട്ട്, എന്താ പറഞ്ഞാൽ ഒരാളെ പറയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ തരം താഴ്ത്തിയിട്ട് അനീഷിനോട് പലതവണ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എപ്പിസോഡിൽ കാണിക്കാത്തത് കൊണ്ട് ഈ ആഴ്ചയും അത് മെൻഷൻ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അനീഷിനോട് ഇത്തരത്തിൽ ആ വീട്ടുകാർ കാണിക്കുന്നതും ചോദ്യം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഈ ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ആര്യൻ വന്ന് നിന്ന് സംസാരിക്കുമ്പോഴാണ് ആര്യൻ പറയുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് സംസാരിക്കുന്നത്. അപ്പോൾ അനീഷ് സംസാരിക്കുമ്പോൾ അതിനെതിരെ അക്ബർ അനീഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ എന്തോ ഒരു മോശം വാക്ക് അനീഷിനെ വിളിച്ചു. അനീഷ് അവിടെ ആരോടും തിരിച്ച് അത്തരത്തിൽ മോശം വാക്ക് പറയുകയോ അല്ലെങ്കിൽ തിരിച്ച് സംസാരിക്കുകയൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി മാക്സിമം പറയുന്നത് മരക്കഴുത എന്നുള്ളതാണ്. ഇപ്പം അതുപോലും കേൾക്കാറില്ല, ഇപ്പം അതും കേൾക്കാറില്ല. അപ്പോൾ അക്ബർ അങ്ങനെ വിളിച്ചപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ അക്ബറിൻ്റെ അടുത്ത് ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ, മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചതെന്നുള്ളതാണ്.
സ്വാഭാവികമാണ്. അനീഷിൻ്റെ അടുത്ത് അവിടെ ആർക്കും എന്തും പറയാം, എന്തും വിളിക്കാം, ഏത് രീതിയിലും പെരുമാറാം. അതിനെ ഒരു തരത്തിലും മെൻഷൻ ചെയ്യുക പോലും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ ഈ ജയിൽ നോമിനേഷൻ്റെ സമയത്താണ് ബിന്നി വന്ന് നിന്ന് ആദിലയ്ക്കെതിരെ സംസാരിക്കുന്നത്. ജയിൽ നോമിനേഷൻ്റെ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ആ എപ്പിസോഡ് മുഴുവനും പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആദില വന്ന് പറയുകയാണ്, ഈ ജയിൽ നോമിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ നെവിൻ്റെ വിഷയത്തിലുള്ള ആദിലേൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട്, ക്ലിയർ ചെയ്യാനായിട്ട് ആദില ശ്രമിക്കുകയാണ്. ബിന്നീൻ്റെ ടേൺ വന്നപ്പോൾ ബിന്നി പറഞ്ഞു അത് അങ്ങനെ ഒരു സോറി പറഞ്ഞതുകൊണ്ട്, സോറി പറയുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അങ്ങനെ സോറി പറഞ്ഞതുകൊണ്ട് തീരാവുന്നൊരു പ്രശ്നമല്ല. കാരണം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം എടുക്കുമ്പോൾ രണ്ട് സൈഡും കേൾക്കാതെ ആദിലയാണ് അവിടെ എടുത്തു ചാടിയിട്ടുള്ളത്. അതേപോലെ തന്നെ അന്ന് ഈ ഷാനവാസിൻ്റെ നെവിൻ്റെയും വഴക്ക് നടക്കുമ്പോഴത്തേക്കിനും ആദിലേൻ്റെ വായിൽ നിന്ന് വന്ന വൃത്തികെട്ട കാർഡെടുത്ത് കളിക്കുകയല്ലേ എന്ന് ആദില പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് ആദിലേൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയം അവിടെ നെവിനെതിരെയും എടുത്തിടുകയും പിന്നീട് അത് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ, റിയാസ് വന്നപ്പോഴത്തേക്കിനും കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്കിനുമാണ് പിന്നീട് അതിനെ ന്യായീകരിക്കാനും ഇത്തരത്തിൽ സോറി പറയാനും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ബിന്നി തന്നെ പറയുന്നു എന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ ഈ വിഷയത്തിൽ ആദിലയാണ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്ന് ബിന്നി അവിടെ പറയുന്നുണ്ട്. ബിന്നി ഇങ്ങനെ പറയുന്ന സമയത്ത് അനീഷും ഷാനവാസും അവിടെ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നു ശരിയാണ്, ആദിലയാണ് ഇതിലാദ്യം വന്ന് ഇങ്ങനത്തെ ഒരു വിഷയം ഉന്നയിക്കുന്നത്, അപ്പോൾ ആദിലയാണ് ഇതിൽ ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒണിയിലും അഭിലാഷും നെവിനും കൂടെ വന്ന് നിന്നിട്ട് ഒണിയിൽ ഇവർക്ക് രണ്ടുപേർക്കും ഉമ്മ കൊടുത്തിട്ടൊരു കാര്യം ഇങ്ങനെ ആദിലിനടുത്ത് പറയുന്നുണ്ട്. അതിന് മുമ്പ് അവിടെ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദില പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നെവിന് സ്ത്രൈണതയുള്ളത് കൊണ്ട് ആണുങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുന്ന സമയത്ത് അത് മോശമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കാമല്ലോ, അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. ഇപ്പോൾ പ്രവീണും അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റാണ് പറഞ്ഞതെന്നാണ് ആദില പറയുന്നത്. അപ്പോൾ അങ്ങനെ ആദില പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ആദിലക്കെതിരായിട്ട് നിന്ന്, അത് നിങ്ങൾ ജഡ്ജ് ചെയ്യല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ, അതിപ്പോൾ നിങ്ങൾ നെവിനെ ജഡ്ജ് ചെയ്ത് സംസാരിക്കല്ലേ, നെവിൻ്റെ സെക്ഷുവാലിറ്റി പറഞ്ഞാലും ഇല്ലെങ്കിലും രണ്ടാണുങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കും ഉമ്മയ്ക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്തിനാണ് അതിനെ വേറെ രീതിയിൽ കാണുന്നതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒണിയിൽ വന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഉമ്മ കൊടുത്തിട്ട് ആദിലേൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിലെന്തെങ്കിലും മോശമായിട്ട് തോന്നിയോ എന്നുള്ളത്. അപ്പോൾ ഇല്ലയെന്ന് ആദില പറയുന്നുണ്ട്. ലൈവിൽ കാണിച്ചിട്ടുള്ള പലതും, ആദിലക്കെതിരെ വന്നിട്ടുള്ള പലതും ശരിക്കും അവിടെ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് അനുമോൾ വന്ന് നിന്നിട്ട് ആദിലക്കെതിരെ സംസാരിക്കുന്നു. അനുമോളുടെ പുറകെ നടന്ന് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് പലതവണ ഇങ്ങനെ ചോദിക്കുകയും അനുമോൾ അങ്ങനെ തോന്നിയിട്ടില്ല, പിന്നെ ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്, അപ്പോൾ പ്രവീണിനോട് പോയിട്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട് എന്ന്, ഇങ്ങനെ ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നതൊക്കെ കുറയ്ക്കുക, അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ എന്ന് ഉപദേശിച്ചു പോലും. അപ്പോൾ ആ കാര്യം ആദില അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ആദില അനുമോളോട് പോയിട്ട് നിനക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്, നീ പ്രവീണിനോട് ഇത്തരത്തിൽ പറഞ്ഞില്ലേ എന്ന്. അതിന് മുമ്പ് തലേ ദിവസം രാത്രിയിൽ ഇവർ നെവിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും അനുമോൾ ഇങ്ങനെ നെവിനെതിരെ ഇങ്ങനെ സംസാരിച്ചു. അവൾക്ക് ഇരുട്ടത്ത് വേറൊരു നിലപാടും വെട്ടത്ത് എല്ലാവരുടെയും മുന്നിൽ വേറൊരു നിലപാടുമാണ് എന്നുള്ളത് ആദില അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിന്നി വന്നിട്ട് ബിന്നിയോടും അതിൽ ഇതേപോലെ തന്നെ പുറകെ നടന്ന് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതെന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡോടുകൂടി എനിക്ക് തോന്നുന്നു ആദിലേൻ്റെ ആ ഒരു ഡബിൾ സ്റ്റാൻഡെന്നോ എന്താണ് അതിന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് ആദ്യത്തെ തവണയല്ലല്ലോ. ഇപ്പം അനുമോളുടെ വിഷയത്തിലും ഇതേപോലെ തന്നെ ഒരു നിലപാടും ഇല്ലാത്ത, എന്താണ് പറയുക, ഈ ഭയങ്കര പുരോഗമനം പറയും, പക്ഷേ അത് അതിലേക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കിനും എടുത്തിടും, ആവശ്യമില്ലാത്തപ്പോൾ ചുരുട്ടി കൂട്ടി വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇന്നലെ ശരിക്കും ക്ലിയർ ആയിട്ട് തന്നെ അതിൽ അവിടെ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ അഭിലാഷിൻ്റെ ഒണിയിലിൻ്റെയും കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകണം. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ വിലയിരുത്തിയിട്ട് ഒരഭിപ്രായം പറയാനായിട്ട് പറ്റുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആദിലയ്ക്കെതിരെയാണ് ഇപ്പോൾ ഷാനവാസ് ആയാലും ബിന്നി ആയാലും അനുമോളായാലും ഒക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ കയറിയിട്ട് ഷാനവാസിനെതിരെ പിന്നെ ഈ അഭിലാഷും ഒണിയിലും ഒക്കെ കൂടെ സംസാരിക്കുകയാണ്. കാരണം അഭിലാഷിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പറഞ്ഞല്ലോ നെവിൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എൻ്റെ കോംബോ പോയി, കണ്ടന്റ് പോയി എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസ് പറഞ്ഞ ആ വിഷയത്തിനെതിരെയാണ് അഭിലാഷ് സംസാരിക്കുന്നത് അവിടെ. അതിൻ്റെ പേരിൽ പിന്നെ അഭിലാഷും ഷാനവാസുമായിട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, നെവിൻ ആദ്യമായിട്ടാണ് നെവിൻ ഏത് കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത്. നെവിൻ പറയുന്നത് ഇത്തരത്തിൽ സ്ത്രൈണതയുള്ള പുരുഷന്മാരുടെ കമ്മ്യൂണിറ്റീനെ പ്രതിനിധീകരിച്ചിട്ടാണ് നെവിൻ അവിടെ വന്നതെന്നുള്ളതാണ്. കാരണം അവരും പുറത്ത് കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റീനെ
പ്രതിനിധീകരിച്ചിട്ടാണ് നെവിൻ വന്നത് എന്നുള്ളതാണ്. ഇത് ശരിക്കും നെവിൻ ആദ്യം തൊട്ടേ പറയേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് നെവിൻ്റെ ചോയ്സാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ നെവിൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിഷിനും കിച്ചൺ ടീമും തമ്മിലുള്ളൊരു വലിയൊരു വഴക്കാണ്. കാരണം ജിഷിൻ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ജിഷിൻ പറയുന്നത് അവിടെ നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് ജിസേലും വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ജിഷിനും ജിസേലിനും വേണ്ട ഫുഡ് അവർ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം, അത് കിച്ചൺ ടീമിൽ നിൽക്കുന്നവർ ഉണ്ടാക്കണ്ട. കാരണം ജിഷിൻ അതിൽ തൃപ്തിയില്ല. അവർ ചിലപ്പോൾ മീൻകറിയിൽ ഇട്ട തവി എടുത്തിട്ട് ഇവർക്ക് ഉണ്ടാക്കുന്ന കറിയിലും ഇടില്ല എന്ന് ആര് കണ്ടു, അത് വിശ്വാസമില്ല. അപ്പോൾ തൃപ്തി ഇല്ലാത്തത് കൊണ്ട് ജിഷിനും ജിസേലിനും ഉള്ള ഫുഡ് അവർ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്നാണ്. പക്ഷേ കിച്ചൺ ടീം അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ അഭിലാഷ് തിരിച്ച് വളരെ മോശമായിട്ട് ഇവിടെ കിച്ചൺ ടീം ആരാണോ അവരായിരിക്കും ഉണ്ടാക്കി തരുന്നത്, നിനക്കൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതിനുശേഷം പിന്നെ ജിഷിൻ പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. അങ്ങനെ ജിഷിൻ പറയുന്നു ഞാൻ ഇന്നും കഴിക്കില്ല, നാളെയും കഴിക്കില്ല, മറ്റന്നാൾ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നോൺ വെജ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഈ ആഴ്ച എന്നല്ല എല്ലാ ആഴ്ചകളിലും നോൺ വെജ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ജിഷിനും ജിസേലിനും ഉള്ള ഫുഡ് അവർ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്നുള്ളതാണ്. പക്ഷെ അതവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഇവിടെ കിച്ചൺ ടീമുണ്ട്, അപ്പം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വെജിറ്റേറിയൻ ഫുഡും അവരുണ്ടാക്കിക്കൊള്ളാം എന്നുള്ളതാണ്. ജിഷിൻ അതിനോട് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് ജിഷിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജിസേലും ഫുഡ് കഴിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ രാവിലെ എന്തോ ഫുഡ് കഴിച്ചതാണ്, പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, വൈകുന്നേരം കഴിച്ചിട്ടില്ല. അപ്പോൾ അനീഷ് കുറേ തവണ ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ജിഷിൻ മരുന്ന് കഴിക്കുന്നതാണ്, പ്രഷറിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നതാണ്, അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഷിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് അവരവരുടെ അസുഖമാണ്, അത് അവരവരാണ് തീരുമാനിക്കുന്നത്, ഫുഡ് കഴിക്കുന്നില്ല കഴിക്കേണ്ട എന്നൊക്കെ ഉള്ളതാണ്. അതിൽ അഭിലാഷും ഒണിയിലും തിരിച്ച് സംസാരിച്ച രീതിയാണ് ജിസേലിന് കൂടുതൽ ജിഷിന് കൂടുതൽ പ്രശ്നമായത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊരു വിധത്തിൽ അങ്ങ് ഇതാക്കി പോയേനെ. പക്ഷേ ജിഷിൻ ആ നിന്ന നിപ്പിൽ നിൽക്കുകയാണ്. നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കുള്ള ഫുഡ് അവർ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് സമ്മതിക്കണം എന്നുള്ള രീതിയിൽ. അതിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അനീഷ് അതിൽ എല്ലാവരോടും കൂടെ സംസാരിച്ച് എന്തോ സമാധാനമാക്കിയെന്ന് തോന്നുന്നു. പക്ഷേ ജിഷിൻ അപ്പോഴും ഇത് താഴാതിരുന്ന സമയത്ത് അനീഷ് വന്നതെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു പടി താഴ്ന്നു, അപ്പം നിങ്ങളും താഴ്ന്നാലേ ഇതിലൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ സോൾവ് ആയോ എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഈ വിഷയത്തിൽ ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജിഷിൻ ഈ വിഷയം അവിടെ ഉന്നയിച്ച സമയത്ത് ജിസേലും ആര്യനും ഇതിന് സപ്പോർട്ടാണല്ലോ. അപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നതിനേ പ്രശ്നമുള്ളൂ, നെവിൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് കുക്കീസ് ഉണ്ടാക്കി കഴിക്കുന്നതിനൊന്നും ആർക്കും പ്രശ്നമില്ല എന്ന് പറയുന്നു. അതുപോലെ റെന ചോദിക്കുന്നത് ഇവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തുനിന്നാണ് ഫുഡ് വരുന്നത്. ജിഷിൻ അവിടെ പറഞ്ഞിരുന്നു മുട്ട ഉണ്ടാക്കുന്ന പാത്രത്തിൽ പോലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ജിഷിൻ കഴിക്കില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ പ്യുവർ വെജാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെന ചോദിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീക്കെൻഡിൽ പുറത്തുനിന്നാണ് ഫുഡ് വരുന്നത്, അപ്പോൾ അത് പിന്നെ നോൺ വെജും വരുന്നുണ്ട് വെജും വരുന്നുണ്ട്, അപ്പോൾ ഇത് രണ്ടുപേരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് ആയിട്ടാണോ വരുന്നത്, അപ്പോൾ ഒരേ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അത് ജിഷിൻ ചേട്ടൻ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചോറ് വയ്ക്കുന്ന ദിവസം നോൺ വെജ് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കില്ല, ചപ്പാത്തിയെ കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ അവിടെ രാവിലെ മുതൽ വലിയൊരു പ്രശ്നമുണ്ട്. ഏതായാലും അത് സോൾവ് ആയി എന്നാണ് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ഈ പേപ്പർ കൊണ്ട് വിമാനം ഉണ്ടാക്കിയിട്ട് ഇവർ പറയുന്ന ഓരോ പോയിന്റിലും ട്രിവാൻഡ്രം എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, കൊച്ചിൻ എയർപോർട്ട്, അപ്പോൾ ഇതിൽ ഓരോ എയർപോർട്ടിലേക്കും പറത്തി വിടുക, ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ട്രിവാൻഡ്രത്തേക്കാണ് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ 5 പോയിന്റും, കണ്ണൂരിലേക്കാണെന്നുണ്ടെങ്കിൽ 1 പോയിന്റും, കൊച്ചിനിലേക്കാണെന്നുണ്ടെങ്കിൽ 3 പോയിന്റും കിട്ടും. അപ്പോൾ അതിൽ ഓരോ കോളം ഇങ്ങനെ കളം വരച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഒണിയിലാണ് അതിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ഒണിയിലാണ്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ജിസേലിൻ്റെ ഫുഡിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. കാരണം നെവിൻ അവിടെ കയറി കുക്കീസ് ഉണ്ടാക്കുന്നു, അതിനെതിരെ ജിസേൽ അവരെ സംസാരിക്കുന്നു. അപ്പോൾ നെവിൻ കിച്ചൺ ടീമിൻ്റെ അനുവാദം ഇല്ലാതെയാണ് അവിടെ കുക്കീസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യുന്ന ക്യാപ്റ്റനായിട്ടുള്ള ജിഷിൻ്റെ അടുത്ത് നെവിൻ പറയുന്നു ഞാൻ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. പക്ഷേ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അനുമോളാണ്. അനുമോൾ ഈ വിഷയം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അനുമോളോട് ചോദിക്കാതെയാണ് നെവിൻ ഇത് ഉണ്ടാക്കിയതെന്നുള്ളതിൻ്റെ പേരിൽ പിന്നീട് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അതിന് ശേഷം കാണിക്കുന്ന ഒരു സ്പോൺസർ ടാസ്ക് ആണ്. ഡാസ്ലറിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആദിലയ്ക്കൊരു ടാസ്ക് കൊടുക്കുന്നതാണ്. കാരണം ഹോട്ട്സ്റ്റാറിൽ നിശ്ചിത സമയത്തേക്ക് സെക്യൂരിറ്റി ആയിട്ട് മാറേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പ്രേക്ഷകർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആദിലേനെയാണ്. അപ്പോൾ ആദില കുറച്ച് സമയത്തേക്ക് സെക്യൂരിറ്റി ആയിട്ട് മാറുന്നു. അങ്ങനെ ആദിലയും നൂറയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഷാനവാസും നൂറയും കൂടെ പാത്രം കഴുകുന്ന സമയത്ത് ഷാനവാസ് നൂറേൻ്റെ അടുത്ത് കഴിച്ചു എന്ന് ചോദിക്കുന്നു. നൂറ മറുപടി പറയുന്നില്ല. പിന്നീട് പോയിരുന്ന് കരയുന്നു. എനിക്ക് തോന്നുന്നു നൂറ കുറച്ചും കൂടെ ഇന്നസെൻ്റ് ആണ്. എനിക്കതിന് വളരെ ജെനുവിൻ ആണെന്ന് തോന്നുന്നു നൂറ.
ഇപ്പോൾ നൂറയ്ക്ക് ഷാനവാസും ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകണമെന്നുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ആയതിൽ നൂറയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. പിന്നീടാണ് ഇവർ മൂന്നുപേരും കൂടെ ഷാനവാസും ആദിലയും നൂറയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നത്. ഷാനവാസ് ചോദിക്കുന്നു ഇതെങ്ങനെ ഡീൽ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഭാഗത്തുനിന്ന് തെറ്റ്, ആദിലേൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, അത് സോറി പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഷാനവാസും പറയുന്നു ഞാനും നെവിൻ്റെ അടുത്ത് സോറി പറയാമെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും അനീഷിനെയും കൂടി ഇരുത്തിയിട്ട് ഈ സംഭവങ്ങളൊക്കെ അനീഷിനെയും കൂടെ ബോധിപ്പിച്ചതിന് ശേഷം സോറി പറയാം എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ ആദിലേയും നൂറയൊക്കെ കൂടെ പറയുന്നുണ്ട് നെവിൻ്റെ ഭാഗത്തും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അവൻ പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യാതെ വരുന്നത് അവൻ്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ അത് അനീഷിനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് ഷാനവാസ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് അതങ്ങനെ പാച്ചപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെയാണ് എപ്പിസോഡിലുണ്ടായിരുന്നത്.